ചുരുക്കത്തിൽ ചിന്തിക്കണം. അങ്ങനെയുള്ള നല്ല രീതികൾ നാട് നീങ്ങിയത് നമ്മുടെ കുടുംബത്തെ ദുഷിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഗൗരവപൂർവേണ നാം ചിന്തിക്കേണ്ടതാണ്. നന്മയിലേക്ക് നാം മടങ്ങി വരണം. ചുരുക്കത്തിൽ ചിന്തിക്കുക, പെണ്ണിന്റെ പ്രാധാന്യം ഇവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണ് നന്നായാൽ മാത്രമേ കുടുംബം നന്നാവുള്ളൂ, സമുദായം നന്നാവുകയുള്ളൂ. നാളത്തെ സമൂഹത്തിന് പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. അത്രയും വലിയ കരുത്തനാ സയ്യിദുനാ ഈസ. കാരണം ആരുടെ മോനാ? മറിയം ബീവി റളിയല്ലാഹു അൻഹാ. വലിയ പ്രാധാന്യമുണ്ട്, അവിടെയെല്ലാം പ്രാധാന്യമുണ്ട്. ഉമ്മ നന്നായാൽ മക്കൾ നന്നാവും. അത് ലോകത്തിന്റെ ഒരു രീതിയാണ്. അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ നൽകട്ടെ, സാലിഹായ മക്കളെ നൽകട്ടെ. ശ്രദ്ധിക്കുക, സ്ത്രീകളെ കാര്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു പെണ്ണ് നല്ല ഭാര്യയാകണം. വിവാഹം പെണ്ണിന്റെ ഭാഗത്തെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, പെണ്ണിന്റെ കുടുംബം. പെൺകുട്ടി നന്നായാൽ മാത്രം പോരാ, വിവാഹം ചെയ്തു കൊടുക്കുന്ന ആളെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. പാഠം നമ്പർ 1. ഇന്നലെ ഞാന് ആണിനോട് പറഞ്ഞിരുന്നു, ഇന്ന് പെണ്ണിന്റെ പാർട്ടിയോട് പറയാം. ചിന്തിക്കുക, ലാ തുസവ്വിജ് ബിനതക ഇല്ലാ ലിതഖീൻ. മുത്തഖയായ മനുഷ്യനല്ലാതെ നീ വിവാഹം ചെയ്തു കൊടുക്കരുത്. അല്ലാത്തവർക്ക് പെണ്ണ് വേണ്ടേ? ആ മുത്തഖയായി വരട്ടെ. അല്ല, മുത്തഖയായിട്ടില്ലെങ്കിൽ പിന്നെ അവന് പെണ്ണ് വേണ്ടേ? മുസ്ലിയാരെ മുത്തഖയാവട്ടെ, മുത്തഖയാവണമല്ലോ. മുത്തഖയാവാത്തവന് ലാഭം, മുത്തഖയാവാത്തവന് ലാഭം നരകം. എത്ര സ്ഥലത്ത്, ആയിരക്കണക്കായ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ട് എന്തിനാ പഠിക്കേണ്ട ആവശ്യം? എല്ലാ ഖുർആൻ അടക്കം മുത്തഖിക്കാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആരാ മുത്തഖി? പരലോകത്ത് വിഷമകരമാവാൻ സാധ്യതയുള്ള ഏതു കാര്യത്തെയും ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിക്കുന്നവന് മുത്തഖി എന്ന് പറയുന്നു. എത്ര തവണ ഞാൻ പറഞ്ഞതാ? എങ്ങനെ പരലോകത്ത് ഇതാണ് അതിന്റെ ഒരു അർത്ഥം പറയാനുള്ളത്. ഇതാണ് ഇതിന്റെ അർത്ഥം. പരലോകത്ത് വിഷമമാകാൻ സാധ്യതയുള്ള ഏത് കാര്യത്തെയും ഈ ലോകത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മുത്തഖി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ നേരത്തെ പഠിച്ചവൻ മാത്രമേ, അപ്പോൾ ചെലവിന് കൊടുക്കാൻ മാത്രം യോഗ്യനാണ് നോക്കിയാലും പോരാ. ആരാണോ നോക്കണം? മുത്തഖിയാണ് നോക്കണം. ലാ തുസവ്വിജ് ബിനതക ഇല്ലാ ലിതഖീൻ. മുത്തഖിക്കല്ലാതെ നീ എന്റെ മോളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. ശ്രദ്ധിക്കുക, ഇന്നഹബ്ബഹാ അക്രമഹാ. അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മാനിക്കും. വൈൻ കരിഹഹാ. ഇനി ആ പെണ്ണിനെ അവന് മുത്തഖിക്കല്ലാതെ വിവാഹം ചെയ്തു കൊടുക്കരുത്. മുത്തഖിയാവുന്നതോടുകൂടെ ഈ പെണ്ണിനോട് താല്പര്യമായാൽ, സ്നേഹമായാൽ, അക്രമഹ, പെണ്ണിനെ മാനിക്കും. വൈൻ കരിഹഹ. ഇനി പെണ്ണിനോട് അവന് വെറുപ്പായാലോ, എന്നാലും ഇല്ലം യളിമുഹ, ദുൽമ് ചെയ്യുകയില്ല. കാരണം ഇവനാരാ? മുത്തഖിയ. അതന്നെ. സ്നേഹിച്ചാൽ ആദരിക്കും. എന്നാൽ ദേഷ്യത്തിലാണെങ്കിൽ, വെറുപ്പിലാണെങ്കിൽ പോലും എന്തുണ്ടാവില്ല? അമാന്യതയും അക്രമവും ചെയ്യില്ല. കാരണം ഇവൻ ആരാ? മുത്തഖി. അവന് പടച്ചവന് പേടിയുണ്ട്. വളരെ ചിന്തിക്കണം. പൈസ അല്ല നോക്കേണ്ടത്, പണമല്ല നോക്കേണ്ടത്. റോട്ടി കപ്പട ഓർമ്മക്കാൻ, അത് മാത്രം. അതൊക്കെ ബെസ്റ്റേണികളുടെ പാട്ടാ. മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. അതൊക്കെ ലാവാറീസ് പാട്ടിയ പാട്ടാ. ലാവാറീസ് നിരുത്തരവാദികളല്ലാത്ത ഉറുദുവാലകളുടെ ഭാഷ പറഞ്ഞാൽ തന്തല്ലാത്തവർ എന്ന് പറയാ. അങ്ങനെയുള്ളവർ പാടിയ പാട്ടിന്റെ ബാക്കിയ. നമ്മളെ പ്രശ്നം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം അല്ലാഹു ദാനമായി നൽകിയിരിക്കുന്നു നമുക്ക്. സയ്യിദ്നാ ഇബ്രാഹിം മരണക്കിടക്കയിൽ പോലും പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മിസ്രിലെ അധികാരിയായി സയ്യിദ്നാ യൂസുഫ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ്
ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതാണ് സയ്യിദുനാ യൂസുഫ്. അല്ലാഹുവേ, ഈ രാജാധികാരമൊന്നും എനിക്ക് വിഷയമല്ല, എന്റെ വിഷയം എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ്. അല്ലാഹു അങ്ങനെ മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കഅബാലയം പുതുക്കി പണിതപ്പോൾ എന്താ ഇബ്രാഹിം പ്രാർത്ഥിച്ചത് അലൈഹിസ്സലാം? ഇത് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇവിടെ ഒന്നും വിഷയമല്ല, നമ്മളെ വിഷയം ഇവിടെ നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിച്ചിട്ട് നല്ലവരെ ലാഭം കിട്ടലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊരു കുടുംബ ജീവിതം. അതുകൊണ്ട് പെൺകുട്ടികളെ ഒരിക്കലും മുത്തഖയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പഴയകാലത്ത് പരിശോധിച്ചിരുന്നു. കള്ളു കുടിക്കോ, സിനിമക്ക് പോവോ, അങ്ങനെ ചോദിച്ചിരുന്നു. ഇന്ന് അതാരും പറയണ്ട. കാരണം സിനിമക്ക് ഇന്ന് പോവൂല. ഇന്ന് അങ്ങനെ ചോദിച്ചാൽ കറക്റ്റ് മറുപടി കിട്ടും. ഇന്ന് സിനിമക്ക് പോവൂല, ഇന്ന് സിനിമക്ക് വരിക വീട്ടിലാ. എന്റെ ഒരു ലോകം നിങ്ങൾ ചിന്തിക്ക്. പഴയകാലത്ത് ചോദിച്ചിരുന്നു. എന്റെ എനിക്കോർമ്മയുണ്ട് മൂത്തേടത്തൊരു കല്യാണം മുടങ്ങിയത്. എങ്ങനെയെന്നറിയോ? നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് ഈ പുതിയാപ്പിളയുടെ ഒരു ശത്രു പോയിട്ട് പെൺവീട്ടിൽ പോയി പറഞ്ഞു, ആ പുതിയാപ്പിള ഇടക്കിടക്ക് സിനിമക്ക് പോകും. അപ്പോൾ ഈ പെണ്ണിന്റെ വല്യപ്പ ഉണ്ടായിരുന്നു, വയസ്സൻ. അയാൾ പറഞ്ഞു, അങ്ങനത്തെ ഒരാൾ ഇന്ന് വരെ നമ്മളെ തറവാട് കയറിയിട്ടില്ല, അത് നമുക്ക് വേണ്ട. കൊല്ലം 15 കഴിഞ്ഞിട്ടുള്ളൂ. എന്തുണ്ടായി മാറ്റം? ഇന്നതൊരു വിഷയം തന്നെയല്ല. എന്ന സത്യത്തിൽ തെറ്റ് മനുഷ്യന് തെറ്റല്ല. ഇനി ഇവിടെ ഈ പാഠപുസ്തകം കൂടെ പ്രാവർത്തികമായാൽ മതവും പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു ജനത ഇവിടെ വരാൻ പോവാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയേ മതിയാകൂ. വളരെ താഴ്മയോടെ പറയാണ്, മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. വളരെ നമ്മൾ ചിന്തിക്കണം, വിശ്വാസികൾ ചിന്തിക്കണം. നമുക്ക് ഈ ലോകത്തെ ജീവിതം പോരാ. അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങാം. പെണ്ണിനെ സ്വാലിഹായ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കണം. മാത്രമല്ല മൻ സവ്വജ കരീമതഹു മിൻ ഫാസിഖിൻ ഫഖദ് ഖതഅ റഹിമഹാ. കേട്ടോളൂ. ഒരാൾ തന്റെ പെങ്ങളെ ഒരു തെമ്മാടിക്ക് വിവാഹം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയാൽ ഫഖദ് ഖതഅ റഹിമഹാ, ഫഖദ് ഖതഅ റഹിമഹാ, ആ കുടുംബബന്ധം അവൻ മുറിച്ചു. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? പെങ്ങളെ മോശപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യാൻ ഒരു സഹോദരൻ കൂട്ടുനിന്നാൽ ഫഖദ് ഖതഅ റഹിമഹാ, ഫഖദ് ഖതഅ റഹിമഹാ, ആ ഗർഭപാത്രത്തിന്റെ ബന്ധം മുറിച്ചു. തമ്മാടിക്ക് വിവാഹം ചെയ്യാൻ സാഹചര്യം ഒരുക്കിയാൽ അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക എന്ന്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. പുരുഷനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് കാര്യമായി അന്വേഷിക്കുക. അവൻ ദീനാണോ, അവന്റെ ദീനുണ്ടോ എന്ന് അന്വേഷിക്കുക. പിന്നെയോ സ്ത്രീകൾ ചെയ്യേണ്ട സ്ത്രീ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം, മഹറിനെ പരമാവധി ചുരുക്കി കൊടുക്കുക. മഹർ ചുരുക്കുന്ന പെണ്ണുങ്ങൾ ഏറ്റവും ബറക്കത്തുള്ള പെണ്ണുങ്ങളാകുമെന്ന് ഹബീബായ നബി. ഖൈറുൻ നിസായി അഹ്സനുഹാ വുജൂഹാ അഹ്സനുഹുന്ന വുജൂഹൻ വഅർഖസുഹുന്ന മുഹൂറാ. ഏറ്റവും നല്ല പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് മുഖലാവണ്യമുള്ളവരും ഏറ്റവും കുറഞ്ഞ മഹറിനെ വിവാഹത്തിന് തയ്യാറാവുന്നവരുമാണ്. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മഹർ ഒരാൾക്ക് വലിയൊരു വിഷയമാകാൻ ചാൻസ് ഇല്ല. അതും വേണല്ലോ പറയുക. കാരണം മഹറൊക്കെ കണ്ട് കടം വാങ്ങുക. മഹർ പരമാവധി കൂട്ടിക്കൊടുക്കാൻ പുതിയാപ്പിളയുടെ വിഭാഗം താല്പര്യപ്പെടും. കാരണം
കാരണം അവിടെയാ പ്രശ്നം. മഹറിനനുസരിച്ചാണ്. 10 പവൻ മഹർ കൊടുത്താൽ നിനക്കൊല്ലാട്ടല്ല. 10 പവൻ മഹർ കൊടുത്തതെന്ന് പറഞ്ഞാൽ അതൊരു കറാമത്തല്ല. ആ സാധുവിനെ ബുദ്ധിമുട്ടിക്കുന്നത്. 1-ന് 10 എന്നത് എവിടുന്ന നമുക്കിത് കിട്ടിയതെന്നറിയില്ല. റമദാൻ മാസത്തിന്റെ ഒരു കൂലി പോലെ എവിടുന്നാ നമുക്കിത് കിട്ടിയതെന്ന് മനസ്സിലായില്ല. ഏതായാലും 10 പവൻ മഹർ കൊടുത്താൽ 100 പവൻ പെണ്ണിന് കൊടുക്കണമെന്നാണ്. അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. മാമൂല് അള്ളാഹു അംഗീകരിക്കുന്നതല്ല, ഒന്നുമില്ല. 10 കൊല്ലം ആടിനെ മേച്ച് കൊടുത്തു സയ്യിദ്നാ മൂസ. 10 കൊല്ലം ആടിനെ മേച്ച് കൊടുത്തു. എന്തിന്? ഭാര്യ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. 8 കൊല്ലം മേച്ചാൽ മതി. ഇന്നെ തൃപ്തിപ്പെടുത്താൻ ഒരു 2 കൊല്ലം കൂടി കൂട്ടിയാൽ ഫമിൻ ഇന്ദിക, നിന്റെ വാക്കുന്ന സംഭാവനയായി ഞാൻ സ്വീകരിക്കും. എന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള മഹറാണ് എന്ത്? 8 കൊല്ലം ആട് മേക്കുക. ആരാട് മേച്ചു? ഈ ഭൂമിയിൽ നടന്ന 3ാമത്തെ മഹാൻ സയ്യിദ്നാ മൂസ. എന്താ ഞാൻ പറഞ്ഞത്? ഈ ഭൂമി കണ്ട 3ാമത്തെ മഹാൻ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. സ്ത്രീധനം വാങ്ങിയിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? വിവാഹത്തിന് മഹറായി നൽകിയത് 8 കൊല്ലത്തെ തന്റെ ആയുസ് നൽകി. മഹറ കൊടുത്ത് തീർത്താൽ പിന്നെ ഭാര്യയെ കൂട്ടി ഞാൻ പോകും, അപ്പോൾ തടയരുത് എന്ന് പറഞ്ഞിരുന്നു ഷുഐബ് നബിയോട്. ഇല്ല, തടയൂല എന്ന് പറഞ്ഞിരുന്നു. 8 കൊല്ലം ഭാര്യ വീട്ടിൽ. 8 കൊല്ലമല്ല, ഇനി 2 കൊല്ലം കൂട്ടിയാൽ പമിന ഇന്ദിക്ക, അമോശാക്കയായി ഞാൻ സംഭാവനയായി സ്വീകരിക്കുന്നു. അപ്പോൾ 10 കൊല്ലം ആടിനെ മേച്ചു. സഫൂറ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 10 കൊല്ലത്തെ ആയുസ് ചെലവാക്കി. ആര്? ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ. ഇത്ര വലിയ ആണായിട്ട് ഭാര്യയുടെ സ്ത്രീധനത്തിൽ നിന്ന് അവൾക്ക് മഹർ കൊടുക്കേണ്ട ഒരു ഘട്ടം പുരുഷന്മാർക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ചീപ്പാണ്. പുറത്ത് പറയാൻ പാടില്ല, വളരെ ചീപ്പാ. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതൊക്കെ വളരെ നല്ലതാണ്. നല്ലോണം ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതൊക്കെ ഇന്ന് അതിര് കവിഞ്ഞ രീതിയിലേക്ക്, അതതിന്റെ പരിധിയിലും രീതിയിലും ആളുകളെ ബുദ്ധിമുട്ടാക്കാതെയും പരസ്പരം ഒരു സംഭാവന സ്വീകരിക്കുകയാണെങ്കിൽ അത് വിരോധിക്കപ്പെടുന്ന കാര്യമല്ല. എന്നാൽ ഇന്ന് സംഭാവന എന്ന തലത്തിലല്ല, പകരം അതൊരു ഷർത്തായി പോലും പറയുന്ന സാഹചര്യം നമ്മുടെ നിക്കാഹികളിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നത് വളരെ ഗൗരവമായി നാം പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കേട്ടോളൂ ഹദീസ് കേട്ടോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ قال النبي صلى الله عليه وسلم من بركة المرأة سرعة تزويجها وسرعة رحمها ويسر مهرها. 3 കാര്യം ഒരു പെണ്ണിന്റെ ബറക്കത്താണ്. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മിൻ ബറക്കത്തിൽ മർഅ, ഒരു പെണ്ണിന്റെ ബറക്കത്താണ് എന്ത്? സുർഅത്തു തസ്വീജിഹാ വസുർഅത്തു റഹ്മിഹാ വയുസ്റു മഹ്രിഹാ. സുർഅത്തു തസ്വീജിഹാ, പെട്ടെന്ന് വിവാഹം ചെയ്തു പോവുക, ഒരു പെണ്ണിന്റെ ബറക്കത്താണ്. പെട്ടെന്ന് വിവാഹം ചെയ്തു പോവുക. പിന്നെ വസുർഅത്തു റഹ്മിഹാ, പെട്ടെന്ന് ഗർഭം ധരിക്കുക. അത് 5 കൊല്ലം കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതൊന്നല്ല ശറഈ രീതി. ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കുറിച്ച് പിന്നെ പറയുന്നുമുണ്ട്. 3ാമത്തേത് യുസ്റു മഹ്രിഹാ, മഹർ വളരെ ലഘൂകരിച്ചു കൊടുക്കുക. ഇതൊരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അബ്റകുഹുന്ന, പെണ്ണുങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള പെണ്ണുങ്ങൾ. അഖല്ലുഹുന്ന മഹ്റ, പെണ്ണുങ്ങൾ ഏറ്റവും കുറഞ്ഞ മഹർ വാങ്ങുന്നവളാ എന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിന്? ഇസ്ലാം മഹറാക്കിയ പെണ്ണുണ്ടായിരുന്നു. അതും ഒരു പാഠമാണ്. ഇസ്ലാം മഹറാക്കിയ പെണ്ണ് ആരാണ്? ഇസ്ലാം മഹറാക്കിയ പെണ്ണെന്നറിയോ? ഉമ്മു സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കാന മഹ്റുഹൽ ഇസ്ലാം. മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹർ ഇസ്ലാമായിരുന്നു. ഇമാം ബുഖാരി അത് സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖതബ അബൂ ത്വൽഹ ഉമ്മു സുലൈം. അബൂ ത്വൽഹ വന്നിട്ട് വിവാഹം അന്വേഷിച്ചു. ഫഖാലത്ത്, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചു ഉമ്മു സുലൈമിനെ. ഫഖാലത്ത്, വിധവയായിരുന്നു. അഥവാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ആര്? ഉമ്മു സുലൈം.
ഭർത്താവ് മരിച്ചിട്ട് 10 കൊല്ലമായിരുന്നു, വിധവയായി കഴിഞ്ഞു. അപ്പോഴാണ് അബൂ ത്വൽഹ വന്ന് കല്യാണം അന്വേഷിക്കുന്നത്. വളരെ പാവപ്പെട്ട പെണ്ണുമായിരുന്നു. അന്വേഷിച്ചപ്പോൾ അബൂ ത്വൽഹയോട് ബഹുമാനപ്പെട്ട മുസ്ലിം പറഞ്ഞു, അമ്മാ ഇന്നി ഫീക ലറാഗിബ, നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്കും താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളെ പോലെ ഒരാളെയും തട്ടാൻ പാടില്ല എന്നാണ്. വലാകിന്നക റജുലുൻ കാഫിറുൻ, നിങ്ങൾ സത്യനിഷേധിയല്ലേ, നിങ്ങൾ ഇസ്ലാമിൽ താല്പര്യമില്ലാത്ത ഒരാളല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഭാര്യയാകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു മുസ്ലിം റളിയല്ലാഹു അൻഹാ. അതിനെനിക്ക് പല്ലായ ഹില്ലുലി അന തസവ്വജക, നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് ഹലാലല്ല. ഫഖാല അബൂ ത്വൽഹ, അപ്പോൾ അബൂ ത്വൽഹ ചോദിച്ചു, തുരീബു ദഹബ അമിൻ ഫിൽ ഫില്ലാ, സ്വർണമാണോ വെള്ളിയാണോ നിനക്ക് മഹറായി വേണ്ടത്, എന്തും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അബൂ ത്വൽഹ ഉമ്മു സുലൈമിനോട് പറഞ്ഞു. ഖാലത്ത്, മുസ്ലിം പറഞ്ഞു, ലാ ഉരീദു ദഹബ വൽ ഫില്ല, എനിക്ക് സ്വർണവും വേണ്ട വെള്ളിയും വേണ്ട. ഫഅൻത ഇംറുഉൻ തഅബുദു മാ ലാ യസ്മഉ വലാ യബ്സുറു, ശ്രദ്ധിക്കേ, കാണാത്തതും കേൾക്കാത്തതുമായ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നല്ല തറവാട്ടുകാർ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകണം. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. അള്ളാന്റെ ദീനിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവരെ പോലെ ആരുമില്ല. അള്ളാന്റെ ദീനിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്തെ ഒരാളെ കൊണ്ട് ആളെങ്കിലും നിന്നെ കൊണ്ട് നന്നായാൽ അതാണ് നിനക്ക് ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചിന്തിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പുതുവിശ്വാസികളായ ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം. അതിന് നല്ല ഉന്നതരായ കുടുംബങ്ങൾ തയ്യാറാകണം. അത് കാണിച്ചു ആര്? ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരിയാണ് ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈമിന്റെ സംഭവം പറയാ. ഉമ്മു സുലൈമിനോട് വന്നിട്ട് അബൂ ത്വൽഹ പറഞ്ഞു, എന്താ സ്വർണ്ണ വെള്ളിയാ എന്ത് വേണ്ടത്? മുസ്ലിം പറഞ്ഞു, ഒന്നും വേണ്ട, നീ മാലാ യസ്മഉ വലാ യബ്സുറു, കാണുകയും കേൾക്കുകയും ചെയ്യാത്ത വസ്തുക്കൾക്ക് ആരാധിക്കുന്ന ഒരാളാണ്. നിനക്കൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കൾക്കാണ് നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല അബൂ ത്വൽഹ, അമാ തസ്തഹി, നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അൻ തഅബുദ ഖശബതൻ മിനൽ അർളി തജറുഹാ ലക ഹബ്ശിയും ബിൻ ഫുലാൻ. ഏതോ ഒരു ഗ്രാമീണനായ നീഗ്രോ ചെത്തിമിനുക്കി കൊണ്ടുവരുന്ന ഒരു കല്ലിനോ മരത്തിനോ ആരാധിക്കാൻ നിനക്ക് ലജ്ജയില്ലേ അബൂ ത്വൽഹ? അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, മുഹമ്മദ് നബിയെ പ്രവാചകനായും അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഭാര്യയാകാം എന്ന് പറഞ്ഞു ആര്? മുസ്ലിം റളിയല്ലാഹു അൻഹാ. ഇത് സമ്മതിച്ചു ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. വേറെ ഒരു മഹറും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പോയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി മുസ്ലിം ആകൂ എന്ന് പറഞ്ഞു മുസ്ലിം അബൂ ത്വൽഹയോട്. ഹബീബായ നബിയെ അന്വേഷിച്ചു